ഫത്ഹ് എന്നുള്ള സൂറത്ത് ആ സന്ധി കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നപ്പോഴാണ് അള്ളാഹു തആല അവതരിപ്പിച്ചത്. അത്രയും വലിയ വിജയമുള്ള ഒരു സംഭവമാണ് ഹുദൈബിയ സന്ധി. ആ സന്ധി ഇങ്ങൊക്കെ പറഞ്ഞുതരാം. അവിടെ ഒന്നാമത്തെ സന്ധി തന്നെ ഈ കൊല്ലങ്ങൾ കടക്കാൻ പാടില്ല അങ്ങോട്ട് എന്നാണ് പറയുന്നത്. കാബിനെ തൊട്ട് തടയാണ്. ആ സന്ധി കേട്ടോളി. ആ സന്ധി ഏറ്റവും ഗുണപാഠമുള്ള ഒരു കരാറാണ്. അങ്ങനെ സുഹൈലാണ് ഖുറൈശികളെ പ്രതിനിധീകരിച്ച് വന്നത്. ഈ സുഹൈൽ വന്നപ്പോൾ തന്നെ നബി പറയണം കേട്ടോ, ഒരു പോയിന്റ് കേട്ടോളിട്ടോ, കത് സഹലലക്കും മിന്നംബരിക്കും, കാര്യമൊക്കെ എളുപ്പമായിക്കണെന്ന് തങ്ങൾ പറഞ്ഞു. ഉർവത്ത് ബിൻ മസൂദ് വന്നിക്കണ്, പിന്നെ ആര് വന്നിക്കണെന്നറിയോ, ബുദൈൽ ബിൻ വർക്കാവ്, ഇവരൊക്കെ ആദ്യം ചർച്ചയ്ക്ക് വന്നതാണ്. മൂന്നാമതായിട്ട് സുഹൈലാണ് വന്നത്. സുഹൈൽ വന്നപ്പോൾ തങ്ങൾ പറയാണ് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. അതിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? സുഹൈൽ പറഞ്ഞാൽ സെഹിലിൻ്റെ അതേ അർത്ഥമാണ്, എളുപ്പമായത് എന്നാണ്. അത്തരം പേര് കൊണ്ടൊക്കെ റസൂലുള്ളാഹി വലിയ സുബലക്ഷണം കാണുമായിരുന്നു എന്നുള്ളതാണ്. തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു നല്ല പേര് കേൾക്കൽ. ഒരു ബൈക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു പേര്, ഒരു പ്രതീക്ഷയുള്ള പേര് കേൾക്കലൊക്കെ തങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷ. അതുകൊണ്ട് സെഹിലാണ്, സുഹൈലാണ് വരുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സെഹിലാവുന്ന ഒരൊറ്റ പറച്ചിൽ റസൂലുള്ളാഹി പറഞ്ഞു ചെയ്തു. അങ്ങനെ ചുരുക്കി പറയാം, സുഹൈൽ വന്നിട്ട് പറയാണ് ഉക്തുബ് ബൈനനാ ബൈനക കിതാബ്, നമുക്കൊരു സന്ധി ഉണ്ടാക്കാറ്. അപ്പോൾ നബി തങ്ങൾ അലിയാരെ വിളിച്ചു. അലിയാരെ വിളിച്ചിട്ട് എഴുതാൻ പറഞ്ഞു. എന്താ എഴുതാൻ പറഞ്ഞത്? ഉക്തുബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെയാണല്ലോ തുടക്കം. അതുങ്ങൾ പറഞ്ഞതിൽ സുഹൈൽ പറയാണ് അമ്മ റഹ്മാൻ ഫ വല്ലാഹി മാ അദ്രി മാ, ഈ റഹ്മാൻ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് അറിയാത്തൊന്നും എഴുതാൻ പറ്റില്ല, റഹ്മാനൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക. അതുകൊണ്ട് എന്തെഴുതിക്കോളി, ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ, ഇങ്ങനെ എഴുതാൻ പറഞ്ഞു. ബിസ്മിക, നിന്റെ നാമം കൊണ്ട്, അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലേ പോരെ? അയാൾ പറയാം റഹ്മാൻ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്, അത് പറ്റില്ലായിരുന്നു. കമാകുന്ത തത്തുബ്, പണ്ടങ്ങൾ അങ്ങനെയല്ലേ എഴുതിയത്. ഫഖാൽ മുസ്ലിമന, മുസ്ലിങ്ങളൊക്കെ പാടെ പറഞ്ഞു വല്ലാഹി ലാ നക്തുബ്, അങ്ങനെ എഴുതാൻ പറ്റൂലായിരുന്നു. ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാത്തൊരു പരിപാടിനെ പറ്റൂലായിരുന്നു. തങ്ങൾ എന്താ പറഞ്ഞറിയോ, ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ, അങ്ങനെ എഴുതിക്കൊള്ളിയായിരുന്നു. സുഹൈൽ പറഞ്ഞവർക്ക് തന്നെ മതി. എന്ത് എഴുതിയാൽ മതി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വേണ്ട, ബിസ്മിക അല്ലാഹുമ്മ മതി.